I will carry you on my shoulders as long as I'm able. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇത് ഞാൻ ഇന്നലെ എടുത്ത ഒരു വീഡിയോ കേട്ടോ. ഇന്നലെ സൺഡേ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയത്. അപ്പോൾ അങ്ങനെ ഈവനിങ്ങിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ടൊക്കെ നമ്മൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ നല്ലപോലെ കുറവുണ്ട്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആവശ്യം വെയിലൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങള് സ്ഥിരം പോകുന്ന ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷോപ്പിങ്ങിന് ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അഞ്ചു വന്നിട്ടില്ല കേട്ടോ. അഞ്ചുവിന് ഇങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ അധികം വലിയ താല്പര്യമൊന്നുമില്ല. അഞ്ചിന് വേണ്ട വല്ല ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രം അഞ്ചു വരാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇതാ നമ്മളിന്നിപ്പോ ആദ്യം വാങ്ങിക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ആണ്. നമുക്ക് വെജിറ്റബിൾസ്, ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ആദ്യം പോയിട്ട് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് നമുക്ക് ഗ്രോസറി ഒക്കെ വാങ്ങിക്കുക എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരിട്ട് വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ്തിയിലുള്ള മെയിൻ മാർക്കറ്റിന്റെ ഫ്രണ്ടിലൂടെ കേട്ടോ. അപ്പൊ നമുക്കിവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ബൾക്കായിട്ട് അങ്ങനെ വിൽക്കുന്ന ആ സ്ഥലത്ത് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്ക് പോകണം. ഇതിലും വേറെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാത്തത്. നമ്മൾ അവിടേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടെ ചീപ്പായിട്ട് നമുക്ക് അവിടെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ നമ്മളപ്പോ അത്രയും ദൂരം നമ്മൾ വണ്ടിയിൽ പോകണം. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി ഞങ്ങൾ ഇവിടെ അടുത്ത് കിട്ടുന്ന സ്ഥലത്ത് നോക്കിയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, വെജിറ്റബിൾ മാർക്കറ്റിൽ. അപ്പോൾ ഇപ്പൊ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ടേലയിലും അതുപോലെ തന്നെ ഷോപ്പിനകത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെടുക്കണ്ടെന്ന് ഒരു പിടുത്തില്ലാത്ത രീതിയിൽ ഇഷ്ടം പോലെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. 100 രൂപയ്ക്ക് 3 കിലോ മട്ടർ 100 രൂപ. ഇപ്പൊ ഈ ഗ്രീൻ പീസിന്റെ സീസൺ ആട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി നാള് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ 100 രൂപയ്ക്ക് 3 കിലോ എന്ന് പറഞ്ഞാൽ നല്ല ചീപ്പാണ്. ഈ ക്യാരറ്റിന് 40 രൂപ കിലോ. റെഡ് കളറിലുള്ള ക്യാരറ്റിന് 30 രൂപ കിലോ. കായ 40 രൂപ കിലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ക്യാരറ്റും കായൊക്കെ വാങ്ങിച്ചു. ഇനി തക്കാളി വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ തക്കാളി നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. 80ഉം 60ഉം ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് റേറ്റ് കുറഞ്ഞ് 40 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് നല്ല തക്കാളി കിട്ടുന്നുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഫ്രഷ് ആയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്താൽ ഒത്തിരി നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും വില പിടിച്ച് നമുക്ക് വാങ്ങിക്കേണ്ടതുമില്ല. അപ്പൊ വില കൂടുതലുള്ള സമയത്തൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന തക്കാളി എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മിക്കവാറും വർഷങ്ങളില്. ക്യാപ്സിക്കം 80 രൂപ കിലോ. സിംല മിർച്ച് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഹിന്ദിയിൽ. അപ്പൊ നമ്മളങ്ങനെ ക്യാപ്സിക്കം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വല്ല ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചില്ലി പനീറൊക്കെ വെക്കുന്ന സമയത്ത്, അതുപോലെ ഫ്രൈഡ് റൈസിന് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ടൊരു കുറച്ച് ക്യാപ്സിക്കം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്യാരറ്റ് 40 രൂപ കിലോ. നാളെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പം അതുകൊണ്ട് ഇത് കൊണ്ടുപോയി അലുവ ഉണ്ടാക്കി കഴിക്കുന്നു പറഞ്ഞ് ഇത് 2 കിലോ പിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. കോളിഫ്ലവർ 50 രൂപ കിലോ. ഇപ്പോൾ വിൻ്റർ സീസണിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കോളിഫ്ലവർ. എന്തായാലും അതും വാങ്ങിക്കുന്നുണ്ട്. ബീൻസ് 80 രൂപ കിലോ. അപ്പോൾ ഒരുവിധം വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ട ഒരുവിധം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. ഇതിൻ്റെ ഒപ്പം ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സബോള അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് നമുക്ക് ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങണം. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കണം. അപ്പോൾ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇന്ത്യയുടെ ഫ്ലെക്സ് വെച്ച് നല്ല പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്റെയും ഫോട്ടോ എടുക്കാന്നും പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എന്റെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന്റെയും കൂടെ ഒരുമിച്ച് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. ആരെയും അവിടെ പരിചയത്തിലൊന്നും കണ്ടില്ല. അപ്പൊ പിന്നെ നമ്മള് വേഗം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ ആയി നിൽക്കാണ് അടുത്ത ഫോട്ടോയ്ക്ക് കയറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം ഷോപ്പിങ്ങിനായിട്ട് നീങ്ങി.
വന്നപ്പോൾ മാർക്കറ്റ് 99 കയറാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസമായി നമ്മളിവിടെ കയറിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാട്ടോ. ഇവിടെ ചെന്നപ്പോൾ ഞാൻ സെറാമിക്കിന്റെ ബൗൾസുകൾ കണ്ടു. അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ക്ലിയർലി കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം പിന്നെ കപ്പുകൾ കണ്ടു അവിടെ. അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കപ്പ് എടുക്കണം എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നോക്കിട്ടോ. അപ്പോൾ അതിനകത്ത് നല്ലത് നോക്കി ചേട്ടനും കൂടെ ഇഷ്ടപ്പെട്ടത് നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നു. അതപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ബൗളും അതുപോലെ തന്നെ ഒരു കപ്പും മാത്രമേ ഈ ഒരു ഷോപ്പിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ ഒരു സ്റ്റുഡന്റിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം സ്റ്റുഡന്റുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. അതിനുശേഷം ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോഴും അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി നേരത്തെ അത്രയ്ക്കും റഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യമായി കിടക്കുന്ന സമയമല്ലേ എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ നമ്മുടെ മസാല ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുള്ളത്, ഇഡ്ഡലി, റൈസ്, ഉഴുന്ന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പനീർ, ബട്ടർ, ചീസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം അതും എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ അഞ്ചിന് ഇഷ്ടമുള്ളൊരു വെറൈറ്റി പാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് അഞ്ചിന് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഒരു പാക്കറ്റ് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓടി നടന്ന് വേഗത്തിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളിതാ ബിൽ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. നമ്മൾ കൂടുതലായിട്ടും വാങ്ങിച്ചിരിക്കുന്നത് കിച്ചണിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ്, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി മറ്റ് ഐറ്റംസുകളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരുന്നില്ല ഞാൻ വാങ്ങിച്ചത്. കിച്ചൺ ഐറ്റംസ് ഒക്കെ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വെൽവെറ്റ് ബെഡ്ഷീറ്റാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ ഒരു ഷോപ്പ് ക്ലോസിംഗ് ഡേ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണിൽ മാത്രം അവർ അവരുടെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. സ്വെറ്ററും ഷോളും അതുപോലെ വുളൻ ചുരിദാർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ വെൽവെറ്റ് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. റേറ്റ് കുറവായിട്ട് ഇന്ന് ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് ഒരു റേറ്റ് കുറവായിട്ട് വിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപ. ഞാൻ നിങ്ങൾ തുറന്ന് കാണിച്ചത് അത് വെൽവെറ്റ് ഡബിൾ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതാട്ടോ ബെഡ്ഷീറ്റ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി വെൽവെറ്റ് ബെഡ്ഷീറ്റ് ഡബിൾ ബെഡിൻ്റെ. അതിന് 300 റുപ്പീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലുള്ള ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലതല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഇനി മാറ്റി വയ്ക്കാം. ഞാൻ ഈ അടുത്ത ഐറ്റം കാണിച്ചു തരാം. 3 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാണിച്ചു തരാം. രണ്ടാമത്തേതാ നല്ല വൈൻ കളറ്. വൈൻ കളറിൽ ഇതേ നിറച്ചിങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടുള്ളതാ. നല്ല വിഡ്ത്തും ലെങ്ത്തും ഉള്ള നല്ല വലിയ ബെഡ്ഷീറ്റ് കേട്ടോ. ഡബിൾ ബെഡ് ആണെങ്കിലും തന്നെ നല്ല ബെഡ്ഷീറ്റ്, നല്ല സോഫ്റ്റ്. ഈ ക്ലോത്ത് ആണെങ്കിൽ വളരെയധികം സോഫ്റ്റാണ്. വെൽവെറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. നല്ല അടിപൊളി. ഇതിൻ്റെ കളറൊന്നും പോവില്ല. ഞങ്ങൾ പല വർഷങ്ങളും മുമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്താലും കളറൊന്നും ഒട്ടും തന്നെ ഫെയ്ഡാവേയില്ല, വാഷ് ചെയ്യുമ്പോൾ പോയില്ല. അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടാണ്. 300 റുപ്പീസാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ അവരുടെ ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് കിട്ടിയതാണ്. അല്ലെങ്കിൽ കാരണം വിൻ്ററൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അവരുടെ ഐറ്റംസ് വിൻ്റർ സീസണിൽ അവർ സെല്ലിങ്ങിനായിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് എല്ലാം ഒരുവിധം ഇന്ന് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടിയത്. അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 450-500 അങ്ങനെയൊക്കെ ആയിരിക്കും റേറ്റ്. പിന്നെ ലാസ്റ്റ് ബെഡ്ഷീറ്റ്. ഇതും ഗ്രീനാണ്, പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് ഡിസൈനൊക്കെ വേറെ കേട്ടോ. ഈ കളറിൽ ഇതിൻ്റെ ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ ലൈൻസ് ഉണ്ട്, ഡാർക്ക് ലൈൻസ്. ഗ്രീൻ കളർ തന്നെയാണ് എല്ലാവിടെയും, പക്ഷേ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഡാർക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഈ പ്രിൻ്റാണ്. ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സുഖമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ബെഡുമേയും അതുപോലെ തന്നെ സോഫയമേയും ഒക്കെ ഇടാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡബിൾ ബെഡ്ഷീറ്റാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത. അവിടെ നിന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ നമ്മൾ വാങ്ങിയത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് ജസ്റ്റ് ഡെയിലി യൂസിന് വേണ്ടി ബനിയൻ ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായി. വീട്ടിലൊക്കെ ഇടാൻ നമുക്ക് വീട്ടിലെ യൂസിനൊക്കെ നല്ലതാണ്. നല്ല എന്താ പറയുന്ന വലിയ മെറ്റീരിയലാണ്. നല്ലപോലെ സ്ട്രെച്ചബിളാണ്. കണ്ടോ, നല്ല അടിപൊളി
തുണിയാണ് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് ഇത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന്, അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 കേട്ടോ, വീട്ടിലിടാനുള്ളത്. അത് 300 റുപ്പീസ്. പിന്നെ വാങ്ങിയത്, പിന്നെ എൻ്റെ വീക്ക്നെസ് നിങ്ങൾക്കറിയാലോ, അപ്പോൾ അങ്ങനെ 1-2 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നിതാ ഇങ്ങനെയൊരു ബൗള്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കട്ടെ, ഇതിൻ്റെ റേറ്റ് 79. ഇതാ ഇങ്ങനെ ഒരു ബൗള്. ഇത് ഫൈബറിൻ്റെ കേട്ടോ, ഫൈബർ ബൗള്. പക്ഷെ ഇത് സെറാമിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 129. ഇതാ ഇങ്ങനെ ഇതെടുക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. ഇതൊന്നും ഞാൻ പിന്നെ അവിടെ തന്നെ വേറെ സെക്ഷനിൽ നിന്ന് എടുത്തത്. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ 2 ബൗള്. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതാ ഇങ്ങനൊരു കപ്പ്, നമുക്ക് ചായ കുടിക്കാനൊക്കെ. ഇന്നാളെ ഞാൻ വാങ്ങിയായിരുന്നു ഒരു കപ്പ്, ഒരെണ്ണം കൂടെ ഇന്ന് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ ഇത്ര ഐറ്റമാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് വാങ്ങിച്ചത്. ഇത്രയ്ക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചെയ്ത ഷോപ്പിംഗ്. ബാക്കിയെല്ലാം ഗ്രോസറി ഐറ്റംസ്, വെജിറ്റബിൾ ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കേട്ടോ. പിന്നെ നിങ്ങളെ ഞാൻ എന്തായാലും ഈ കൂട്ടത്തിൽ ഒരു ഐറ്റം കൂടെ കാണിക്കാൻ, 1-2 ഐറ്റം കൂടെ കാണിക്കാമെന്ന് വെച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തു. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്, അൺബോക്സ് ചെയ്തു. ഇതിൻ്റെ ലിങ്ക് നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഇത് 4 ഐസ് ക്യൂബ് ട്രേ ആണ്, വിത്ത് ലിഡാണ് കേട്ടോ. ഐസ് ക്യൂബ് ട്രേ വിത്ത് ലിഡ്, 4 കളറിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 208 രൂപ. ഈ 4 എണ്ണത്തിനും കൂടെ നമുക്ക് 208 രൂപ. അപ്പോൾ സിലിക്കോണിൻ്റെ ആണ്. അപ്പോൾ സിലിക്കൺ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനത്തെ നല്ല കുട്ടി അടപ്പാണ് ഇതിൻ്റെ. ഈ ഒരു ലിഡ് വെച്ച് നമുക്ക് ഇത് അടയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ബാക്ക് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നി. ഇത് ഓൺലൈൻ വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്ന് ഇങ്ങനത്തെ 4 എണ്ണം. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഐറ്റം, ഇത് ഞാൻ ഫ്രീസറിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ വെക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന സിപ്പ് ലോക്ക് ബാഗ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തും ഇങ്ങനെ സിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 119 രൂപ. 119 രൂപ. ഇത് 20 പീസ് ഉണ്ട് കേട്ടോ. ആവശ്യം നല്ല വലിപ്പമുള്ളതാണ്, വലിയതാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തുറന്ന് ഇതിനകത്ത് ഇടേണ്ട ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യാം. ഇതാണെങ്കിൽ നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഇത് നല്ലപോലെ നമുക്ക് അടച്ച് അങ്ങനെ വയ്ക്കുകയും ചെയ്യും. ഇത് 20യുടെ പാക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഇതിന് 119 ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അതും കൂടെ ഇതിപ്പോൾ ഈ ആഴ്ചയിൽ വന്നതാട്ടോ ഈ 2 പാക്കറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയായിരുന്നു, കാരണം എന്തെങ്കിലും നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഒന്ന് എഴുതി എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.